മധുരപ്രിയർക്കെല്ലാം ഇഷ്ടമുള്ള ഒരു ഡെസേർട്ടാണ് പായസം. പരിപ്പ് പായസമുണ്ട്, കടലപ്പായസമുണ്ട്, സേമിയ പായസമുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ വെറൈറ്റി രുചിയിൽ ഒരു അടിപൊളി പായസമാണ് ഷെഫ് അരുൺ നമുക്ക് വേണ്ടി തയ്യാറാക്കുന്നത്. എങ്ങനെയെന്ന് നോക്കാം. ആദ്യം നമുക്ക് വാഴച്ചുണ്ടും ബീട്രൂട്ടും കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഈ വാഴച്ചുണ്ടും ബീട്രൂട്ടും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ഞാൻ ഫസ്റ്റ് ടൈമാണ്. ബീട്രൂട്ടിൻ്റെ ജ്യൂസസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷെ പായസം ഇതാദ്യമാണ്. ഇത് കട്ട് ചെയ്ത് വെള്ളത്തിലിടണമായിരിക്കും അല്ലേ? കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് അതിൻ്റെ കറ പോയി കിട്ടും. അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇത് ഓൾമോസ്റ്റ് ഇപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇത് നമുക്ക് ഇനി ജസ്റ്റ് കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെക്കാം, അതിന്റെ കറയെന്ന് പോകാൻ വേണ്ടി. വാഴച്ചുണ്ട് അരിഞ്ഞു വെച്ചു. ഇനി അടുത്ത ഐറ്റം ബീട്രൂട്ടാണ്. ബീട്രൂട്ട് നമുക്ക് ജസ്റ്റ് സ്കിന്ന് കളഞ്ഞിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. സാധാരണ നമ്മൾ ബീട്രൂട്ടും സേമിയയും കൂടെ ഒക്കെ മിക്സ് ചെയ്ത് ഞാൻ പായസം കണ്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ടാണ് ബീട്രൂട്ടും വാഴപ്പൂവും കൂടി. ഈ ബീട്രൂട്ട് നമ്മൾ കൈ കൊണ്ട് കട്ട് ചെയ്യണേക്കാൾ നല്ലത് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്യണമായിരിക്കും. കുറച്ച് സ്മൂത്ത് ആയിട്ട് കിട്ടും. അപ്പോൾ ബീട്രൂട്ടും വാഴച്ചുണ്ടും എല്ലാം അരിഞ്ഞ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത നമ്മളുടെ പ്രിപ്പറേഷൻ അല്ലേ? അതെ. ഓക്കെ, അപ്പോൾ നമുക്ക് പായസം എങ്ങനെ കുക്ക് ചെയ്യണേന്ന് നോക്കാം. കട്ട് ചെയ്ത വാഴപ്പൂ ഒന്ന് സ്ട്രെയിനറിൽ ഇട്ട് വയ്ക്കുക, അതിന്റെ വെള്ളം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ മാക്സിമം അതിന്റെ കറയൊക്കെ ഇളകിയിട്ടുണ്ടായിരിക്കും അല്ലേ? ഇനി നമുക്ക് ആദ്യം പാല് തിളപ്പിക്കാൻ വെക്കാം. എത്ര ക്വാണ്ടിറ്റി നമ്മൾ പാൽ എടുക്കണം? എത്ര ലിറ്റർ എടുക്കണം? പാല് 1 ലിറ്റർ. 1 ലിറ്റർ. നമ്മൾ വാഴപ്പൂ ഒരു 300 ഗ്രാമാണ് അരിഞ്ഞെടുത്തേക്കണേ. ബീട്രൂട്ട് ഒരു 200 ഗ്രാമാണ്. ഇനി നമുക്ക് ആ പാല് തിളയ്ക്കുന്ന സമയം കൊണ്ട് കട്ട് ചെയ്ത വാഴപ്പൂവും ബീട്രൂട്ടും നെയ്യിലൊന്ന് വരട്ടിയെടുക്കാം. സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് നെയ്യിൽ വരട്ടിയെടുക്കും. അതിന് ശേഷം പാലൊഴിച്ച് തിളപ്പിക്കുകയാണ്. അപ്പോൾ ആദ്യം നമുക്ക് കട്ട് ചെയ്ത വാഴപ്പൂ ഇടാം. വാഴപ്പൂ ഒന്ന് 1 മിനിറ്റ് വരട്ടിയതിന് ശേഷം ബീട്രൂട്ട് ഇടാം. ഓക്കെ, രണ്ടുകൂടെ ഒരുമിച്ച് ഇടണ്ട. വാഴപ്പൂ ഒന്ന് വരണ്ട് വന്നിട്ട് ബീട്രൂട്ട് ആഡ് ചെയ്യാം. അരുൺ എത്ര നാളായി ഈ ഒരു ഫീൽഡില്? ഞാനിപ്പോൾ ഹോട്ടൽ ഫീൽഡിൽ 10 വർഷത്തോളമായി. അതെ. അപ്പം ഏത് ഫുഡ്, ഇന്ന ഫുഡ്, നോൺ വെജ് ഏത് ഏറ്റവും കൂടുതലും കേരള ഫുഡാണ് കുക്ക് ചെയ്യുന്നത്. നമ്മുടെ ഓൺ പാചക രീതികളും സെൽഫ് ക്രിയേറ്റീവ് ആയിട്ടൊക്കെ ചെയ്യാറുണ്ട്? രണ്ടും ഉണ്ട്. ആ ഒരു ഐറ്റത്തിൽ പെട്ടതാണോ ബീട്രൂട്ടും പായസം? അതെ. ഇതിപ്പോ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്നോണ്ട് പെട്ടെന്ന് പാകാവുമായിരിക്കും അല്ലേ? ഫുള്ള് നെയ്യിലാണ് ഫുള്ള് പ്രിപ്പറേഷൻ കേട്ടോ. നമ്മൾ ഇടയ്ക്ക് പാല് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിച്ചു പിടിച്ചു പോകും. അപ്പോൾ നമുക്ക് ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ. ബീട്രൂട്ട് കുറച്ചിടുമ്പോൾ തന്നെ അതിന്റെ കളറും മാറി. ബീട്രൂട്ടാണ് ഇപ്പൊ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് ഷെയ്ഡ്. പാല് നന്നായിട്ട് തിളച്ച് കുറുകണമായിരിക്കും അല്ലേ? വറ്റി വരണമായിരിക്കും. അതെ, പാല് നന്നായി വറ്റി വരണം. അപ്പോൾ വാഴപ്പൂവും ബീട്രൂട്ടും നന്നായി വരണ്ടിട്ടുണ്ട്. പാല് തിളച്ച് വരണ്ട്. നമുക്ക് പാല് ഇതിലേക്ക് ആഡ് ചെയ്യാം. പാലൊഴിച്ചപ്പോൾ തന്നെ നല്ല പിങ്കിഷ് കളറിനാണ് നമ്മുടെ പായസം വരുന്നത്. ഇതൊരു സ്ലോ ഹീറ്റിലിട്ട് ഒരു 20 മിനിറ്റോളം നമ്മൾ പയ്യെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. പാല് കുറുകി വരുന്നോടം വരെ. എത്ര
സമയത്ത് പഞ്ചസാര ചേർക്കണം. നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കും. നമ്മൾ ആദ്യം ബീട്രൂട്ട് കട്ട് ചെയ്തപ്പോഴത്തേക്കും നല്ല റെഡിഷ് പിങ്കിഷ് കളറൊക്കെ ആയിരുന്നു. വാഴക്കൂമ്പും കൂടെ വന്ന ഒരു കോമ്പിനേഷൻ വന്നപ്പം പാലും കൂടെ ഒഴിച്ചപ്പോൾ കളർ ചേഞ്ചായി, പിങ്കിഷ് കളർ മാറിയിട്ട് നല്ലൊരു ലൈറ്റ് കളറായി വന്നിട്ടുണ്ട്. സ്ലോ ഹീറ്റിൽ കുറച്ച് സമയം കുക്ക് ചെയ്യുമ്പോൾ പാല് കുറുകി വരും. എന്നാലും നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇവിടെ സാധാരണ സേമിയ പായസം ഒക്കെ ഉണ്ടാക്കുന്ന അത്ര ഒരു ടൈമിങ് ഇതിന് എടുക്കുമോ? ഇച്ചിരി കൂടുതൽ എടുക്കും. ഇത് വേവാൻ ഇച്ചിരി സമയം എടുക്കും, ഈ വാഴപ്പൂവും ബീട്രൂട്ടും. അപ്പോൾ പാല് നന്നായി വറ്റി കുറുകിയിട്ടുണ്ട്. ഏകദേശം നമ്മുടെ പായസത്തിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. അതെ അതെ. പക്ഷെ ഇത് കണ്ടിട്ട് ഇപ്പോൾ ബീട്രൂട്ട് പായസമാണെന്ന് തോന്നുന്നേ ഇല്ല അല്ലേ? കറക്റ്റ് ഒരു നമ്മുടെ പാലടയുടെ ഒക്കെ ഒരു ടെക്സ്ചർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ച് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. ഓക്കെ. ഏലക്ക ഇടുമ്പോൾ തന്നെ നല്ല ഏലക്കയുടെ സ്മെല്ല്, നല്ല പായസത്തിൻ്റെ ഫ്ലേവർ വരുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് നെയ്യ് ചൂടാക്കി അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തിടാം. അത് പായസത്തിലേക്ക് ഇടാം. നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഒരു ബോളിലേക്ക് കുറച്ചെടുത്ത് മാറ്റാം. കാഴ്ചയിൽ ഭയങ്കര സൂപ്പർ ആയിട്ടുണ്ട് പായസം. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി, സൂപ്പർ ആയിട്ടുണ്ട്.